അനുഗ്രഹത്തിന്റെ വിത്തുകൾ 11.07-2026 പ്രിയപ്പെട്ടവളെ, നിന്നെ പരിപാലിക്കാൻ ആരുമില്ല എന്ന് കരുതരുത്. നിന്നെ മനസ്സിലാക്കാൻ ആരുമില്ല എന്ന് കരുതരുത്. നിന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് കരുതരുത്. നീ ഒരു പുറംനാട്ടുകാരനല്ല, പക്ഷേ നീ ദൈവത്തിന്റെ കുട്ടിയാണ്. അവന്റെ കരുണ എല്ലാ ദിവസവും രാവിലെ പുതിയതാണ്. അവന്റെ കരുണ ഒരിക്കലും പരാജയപ്പെടില്ല. അവന്റെ കൃപ നിനക്ക് മതി. ദൈവവചനം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു. കർത്താവിന്റെ കരുണ നിമിത്തം നാം ക്ഷയിച്ചു പോകുന്നില്ല. അവന്റെ കരുണകൾ പരാജയപ്പെടുന്നില്ല. വിലാപങ്ങൾ 3:22. ബൈബിൾ പറയുന്നു, ഒരു വലിയ മത്സ്യത്താൽ വീർത്ത യോനാ പ്രവാചകൻ എല്ലാവരും തന്റെ ജീവിതം അവസാനിച്ചുവെന്നും ആർക്കും അവനെ രക്ഷിക്കാൻ കഴിയില്ലെന്നും കരുതി. എന്നാൽ യോനാ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് അവനോട് കരുണ കാണിക്കുകയും അവനെ പുറത്തു കൊണ്ടുവരികയും അവന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതി നിറവേറ്റാൻ മറ്റൊരു അവസരം നൽകുകയും ചെയ്തു. യേശുക്രിസ്തുവിനെ റോമൻ പട്ടാളക്കാർ പിടികൂടി വിചാരണയ്ക്കായി ജയിലിലടച്ചത് കണ്ടപ്പോൾ ശിമിയോൻ പത്രോസ് ഭയപ്പെട്ടു. എന്തു ചെയ്യണമെന്ന് അവനറിയില്ല. മരണഭയം കാരണം ഒരു ദാസൻ പത്രോസിനെ തിരിച്ചറിഞ്ഞപ്പോൾ അവൻ യേശുവിനെ തള്ളിപ്പറഞ്ഞു. പക്ഷേ കർത്താവ് സ്നേഹവും കൃപയും കൊണ്ട് അവനെ പുനഃസ്ഥാപിച്ചു. അതെ, ദൈവത്തിന്റെ കരുണ നമ്മുടെ തെറ്റുകളേക്കാൾ വലുതാണ്. അതിനാൽ എന്റെ പ്രിയേ, അവന്റെ ക്ഷമ സ്വീകരിക്കുക. അവന്റെ കൃപയിൽ നടക്കുക. വിശ്വാസത്തോടെ വീണ്ടും ആരംഭിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. കൃപയുള്ള സ്വർഗസ്ഥനായ പിതാവേ, ഞങ്ങളോടുള്ള അചഞ്ചലമായ കരുണയ്ക്കും സ്നേഹത്തിനും നന്ദി. ഞങ്ങളുടെ ബലഹീനത ഞങ്ങളോട് ക്ഷമിച്ചതിനും ഞങ്ങളുടെ വിശ്വാസത്തിൽ ഞങ്ങൾ നിൽക്കേണ്ട സ്ഥലങ്ങളിലും സാഹചര്യങ്ങളിലും നിങ്ങളെ പരാജയപ്പെടുത്തിയതിനും നന്ദി. കർത്താവേ, വിശുദ്ധിയിലും അനുസരണത്തിലും നടക്കാൻ ഞങ്ങളെ സഹായിക്കൂ. നിങ്ങളുടെ കാരുണ്യത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ പുതുക്കണമേ. നിങ്ങളുടെ അചഞ്ചലമായ വിശ്വാസത്തോടെ വീണ്ടും ആരംഭിക്കാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തുക. നിങ്ങളുടെ കരുണ എല്ലാ ദിവസവും ഞങ്ങളെ നയിക്കട്ടെ. യേശുവിന്റെ അതുല്യമായ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.